എടാ സ്റ്റാർ ആണെങ്കിലല്ലേ ചാട കാണിക്കാൻ പറ്റൂ, ഞാനതല്ല, അതുകൊണ്ടായിരിക്കും. എങ്ങനെ നീ അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അനുസരിച്ച് ചെയ്യാം. നീ പറയണം, നീ ഇത്രയും ആൾക്കാർ കാണുന്നതല്ലേ, നീ ആൾക്കാരുടെ പേരെടുത്ത് പറ. ഒരാളുടെ പേര് പറ, നല്ല താരജാടയുള്ള ഒരു ആക്ടറുടെ പേര് പറ. നീ മറ്റേ പറ, താരജാടയുള്ള നടൻ ഒരാളെ പറ. നിങ്ങൾ ഭയങ്കര മറ്റേ ഫ്രട്ടേണിറ്റി ആണല്ലേ, നിങ്ങൾ അവന്റെ മുഖത്തേക്ക് ക്യാമറ വയ്ക്കാത്തത്. ഇല്ല ഇപ്പൊ പറയണം. നീ പറഞ്ഞു പല നടന്മാർക്കും താരജാടയുണ്ട്, ഒരാളുടെ പേര് പറയാൻ നിനക്ക് പറ്റുന്നില്ലേ? നിന്റെ സകല പത്രപ്രവർത്തക ദൈവങ്ങളും കോപിക്കും. വേണ്ട, അപ്പം മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഉത്തരം പറയാം, തിരിച്ചങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്ലിങ്. അത് അവൻ ചോദ്യം ചോദിച്ചത് ആരോടാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാന്നുള്ളതാണ് മാറിപ്പോയത്. അതായത് നമ്മുടെ ഈ ഓൺലൈൻ മീഡിയകൾ ആരെ കിട്ടിയാലും എന്ത് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ അവരെ കുരിശിൽ കയറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ വട്ടം കറക്കുന്ന രീതിയിൽ എന്തും ചോദിക്കാം, അങ്ങനെ അത് വൈറലാക്കാം. ആ ഒരു വീഡിയോ വൈറലാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഒരാളെ തേജോവധം ചെയ്ത് തേച്ചൊട്ടിക്കുക. പക്ഷേ ഈ ചോദിച്ച ആൾ മാറിപ്പോയി. ഞാൻ കേട്ടനുസരിച്ച് ഇങ്ങനെ ഒരു 1ാം റാങ്ക് ഹോൾഡർ എങ്ങാണ്ടൊക്കെയാണ്. ഓക്കെ, വലിയൊരു വക്കീലും കണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഭയങ്കരമായിട്ടുള്ള സ്റ്റഡീസൊന്നും നടത്തിയിട്ടില്ല ഇയാളെ പറ്റി. പക്ഷേ ഞാൻ പണ്ട് ഇദ്ദേഹം കുറേ തിരക്കഥയൊക്കെ എഴുതുന്ന സമയത്ത് പുള്ളിയുടെ വിക്കിപീഡിയ എടുത്ത് നോക്കുമ്പോൾ കണ്ടതാണെന്ന്. അങ്ങനെ ഒരാളുടെ അടുത്ത്, അത്രയ്ക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ സമൂഹത്തെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ, തിരക്കഥയൊക്കെ എഴുതി പടങ്ങൾ ഹിറ്റാക്കിയിട്ട് ഒരാളുടെ അടുത്ത് പോയി ചോദിക്കേണ്ട ചോദ്യമാണിത്. അടിച്ച് കൈ കൊടുത്തു. 10 ആൾ കൂടുമ്പോൾ കൂട്ടത്തിൽ ആക്രമിക്കുന്നവനെ തിരിച്ചൊന്ന് ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവനൊന്നും മിണ്ടാനില്ല, അവനൊന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ പൊളിയാണ്. ഇനി ഉമ്മാർ ഇങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് പോകില്ല. ഒന്നില്ലെങ്കിൽ മിനിമം അവനെങ്കിലും പോകില്ല ആൾക്കാരുടെ അടുത്ത്.